അതായത് ആ മൈക്ക് പിടിച്ചു വാങ്ങുന്ന ഫോട്ടോയിൽ ഒരു സുരേഷ് ഗോപി ഉണ്ട്, അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല അതിൻ്റെ ഒരു. ഈ കേരളത്തിലെ പോലീസുകാരെ ഈ സുരേഷ് ഗോപിയുടെ സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് എപ്പോഴും ഈ പറയുന്നുണ്ടല്ലോ ഈ സുരേഷ് ഗോപി സ്റ്റൈൽ എന്ന്. സുരേഷ് ഗോപി മാത്രമല്ല, ആ സമയത്ത് വിജയശാന്തിയുടെ ഒക്കെ ഒരുപാട് സിനിമ ഇറങ്ങി അല്ലേ? വിജയശാന്തിയുടെ പിന്നെ വിജയശാന്തി, സുരേഷ് ഗോപി. വിജയശാന്തിയുടെ ഒരു ഡയലോഗ് അറിയൂ, നമുക്ക് ആർക്കും ഓർമ്മയില്ല. അയ്യോ, വിജയശാന്തി വളരെ ഹിറ്റ് ആയിരുന്നു. ഡയലോഗ് വെച്ചാൽ തെലുങ്ക് സിനിമയല്ലേ? അങ്ങനല്ല, തെലുങ്കല്ല. ചില കേരളത്തിലെ ചില മുതിർന്ന. വിജയശാന്തി തെലുങ്കാണ്, കേരളം. വിജയശാന്തി തെലുങ്കാ സാർ? അപ്പൊ തെലുങ്ക് സിനിമകളൊക്കെയാണ് കൂടുതൽ അല്ലേ? മലയാളത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ശ്യാമിന്റെ സിനിമയില്ലേ? പിന്നെ വിജയശാന്തി പോലീസ് സ്റ്റേഷൻ അഭിനയിച്ചിട്ടുള്ളത് തെലുങ്കിലാണ്. വിജയശാന്തി ഇപ്പൊ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു, അറിഞ്ഞോ? കോൺഗ്രസിലേക്ക് തിരിച്ചു. അതെ 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 അതെ. തെലങ്കാന ഇലക്ഷന് കെ.സി. വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു വിജയശാന്തി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നത്. ഈ സിനിമ, ഈ സുരേഷ് ഗോപിയുടെ സിനിമ രാവിലെ ഇട്ട് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. മുതിർന്ന ചില ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പോലീസ് സേനയ്ക്കകത്ത് അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട്. അല്ല, ഈയിടെ പിന്നെ നമ്മുടെ വേറൊരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വിജയശാന്തിയുടെ ആണോ? അല്ലല്ല, ഈയിടെ അടുത്ത് ഇറങ്ങി. പോട്ടെ, എൻ്റെ ഓർമ്മ ഞാൻ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ യുവതുർക്കിയിൽ സുരേഷ് ഗോപിയും വിജയശാന്തി ഒരുമിച്ച് അഭിനയിച്ചെന്ന് നമ്മുടെ പ്രൊഡ്യൂസർ നൗഫൽ പറയുന്നുണ്ട്. അതെ, നൗഫൽ വിജയശാന്തി ഫാനാ. അതെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട് ചില ആക്ഷൻസ്. ഈ ഒന്നാമത് ഈ പറയുന്ന തങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോടൊന്ന് പൊട്ടിത്തെറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ ഈ ക്യാരക്ടർ, സുരേഷ് ഗോപി അവതരിപ്പിച്ച ഈ ക്യാരക്ടറെല്ലാം മുഖ്യമന്ത്രിയെ തന്നെ പറയുന്നു, ആഭ്യന്തരമന്ത്രിയെ പോടാവില്ലേ എന്ന് പറയുന്നു. നിവിൻ പോളിയുടെ സിനിമയാണ്, ഞാൻ ഓർക്കാതെ പോയി. അതൊക്കെ ഭയങ്കര ആന്റി പോലീസ് സിനിമയാണത്. എന്നുവെച്ചാൽ ഒരു SI എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നത് വളരെ ഹീറോയിക്കായി അവതരിപ്പിച്ചു. സുരേഷ് ഗോപി സത്തിനേക്കാളും ഒരുപക്ഷെ ആന്റി പോലീസ്. സുരേഷ് ഗോപി ഒരു മാസ്കുലിൻ ഒരു അതിന്റെ ഒരു എക്സ്പ്രഷൻ. സുരേഷ് ഗോപി ഒരു നല്ല ഒരു SP ലെവലിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു പുതിയൊരു വേഷം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു SIക്ക് എന്തും ചെയ്യാമെന്നാണ്. കോടതിയൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നാണ് ഞാനിവിടെ പാവപ്പെട്ടവരുടെ കോടതി എന്നൊക്കെ പറഞ്ഞു, ഞാനിവിടെ തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നടക്കണ കാര്യമാണെന്ന് കൂടി നടത്താൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ചോദ്യം ഒന്നേ ഉള്ളൂ, ജനമൈത്രി പോലീസ് ഇങ്ങനെ ഈ സുരേഷ് ഗോപി സ്റ്റൈലോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജുവോ ഒക്കെ ആയി മാറാവോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. വിജിന്റെ കാര്യത്തിൽ ആ ചോദ്യമാണ് കേരളം കൂടുതൽ ചർച്ച ചെയ്തതും. ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ സപ്ലൈകോയിൽ എന്തായി കാര്യം? സപ്ലൈകോയിലെ സബ്സിഡീസ്